stanza 5. Our birth is but a sleep and a forgetting. അതായത് നമ്മൾ ജനിക്കുമ്പോൾ അതൊരു ഇറ്റ് ഈസ് ആസ് ഇഫ് വി ഫോൾ എ സ്ലീപ്പ് ആൻഡ് ഫോർഗെറ്റ് വേർ വി കെയിം ഫ്രം. നമ്മൾ വേർഡ്സ്വർത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രീ എക്സിസ്റ്റൻസ് ആണ്. പ്രീ എക്സിസ്റ്റൻസ് അതായത് ലൈഫിന് മുമ്പുള്ള മനുഷ്യൻ്റെ എക്സിസ്റ്റൻസ്, അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്നാണ് ആൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ ആ ബർത്ത് ഇസ് ബട്ട് എ സ്ലീപ്പ് ആൻഡ് എ ഫോർഗെറ്റിംഗ്. അതുവരെയുള്ളത് മറന്ന് നമ്മൾ പുതിയ ഉറങ്ങുകയാണ്. അതാണ് ഈ ന്യൂ ബർത്ത് എന്നാണ് പറയണത്. ആൻഡ് എ ഫോർഗെറ്റിംഗ്, അതുവരെയുള്ളത് നമ്മൾ മറക്കുകയാണ്. ദ സോൾ ദാറ്റ് റൈസസ് വിത്ത് അസ് അവർ ലൈഫ് സ്റ്റാർ. ആ ആത്മാക്കൾ അപ്പം നമ്മുടെ ഒപ്പം പിന്നെയും ജനിക്കുകയാണ്, സൺ പോലെ റൈസ് ചെയ്യാണ്. അവർ ലൈഫ് സ്റ്റാർ, നമ്മുടെ ലൈഫിൻ്റെ സ്റ്റാറായിട്ട്. ഹാത്ത് ഹാഡ് എൽസ്വേർ ഇറ്റ് സെറ്റിംഗ്. ഹാത്ത് ഹാഡ് പാസ്റ്റ് ടെൻസ് ആണ്. അതായത് മുമ്പ് എൽസ്വേർ ഇറ്റ് സെറ്റിംഗ്, അതെവിടെയോ വേറെ എവിടെയോ സെറ്റ് ചെയ്ത ആ സ്റ്റാർ, ആ സൺ ഇവിടെ പിന്നെയും ഉദിക്കുകയാണ്. ആൻഡ് കമ്മത്ത് ഫ്രം എ ഫാർ, ഒരു ഫാർ ഓഫ് വേൾഡിൽ നിന്ന് അതിവിടെ വന്നേക്കാണ്. നോട്ട് ഇൻ എൻ്റെ ഫോർഗെറ്റ്ഫുൾനെസ്, പക്ഷെ അത് മുമ്പ് പറഞ്ഞല്ലോ സ്ലീപ്പ് ആൻഡ് ഫോർഗെറ്റിംഗ്, അങ്ങനെ നോട്ട് ഇൻ എൻ്റെ ഫോർഗെറ്റ്ഫുൾനെസ്, എല്ലാം മറന്നിട്ടല്ല വന്നേക്കണത്, എൻ്റെ ഫോർഗെറ്റ്ഫുൾനെസ്സിലല്ല. ആൻഡ് നോട്ട് ഇൻ അട്ടർ നേക്കഡ്നെസ്, ഫുള്ള് നേക്കഡ് ആയിട്ടല്ല. നേക്കഡ് മീൻസ് ക്ലീൻ സ്ലേറ്റ്, നമ്മുടെ മനസ്സൊക്കെ ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ടല്ല വന്നിട്ടുള്ളത്. ബട്ട് റെയിലിംഗ് ക്ലൗഡ്സ് ഓഫ് ഗ്ലോറി ഡു വി കം. വി ബ്രിങ് ക്ലൗഡ്സ് ഓഫ് ഹോളി ലൈറ്റ് ഇൻ അവർ വേക്ക്. മുമ്പൊരു ഡിവൈൻ വേൾഡിൽ ആണ് അങ്ങനെ ഒരു പ്രീ എക്സിസ്റ്റൻസ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണല്ലോ. അപ്പോൾ അന്നുണ്ടായിരുന്ന കുറച്ച് ക്ലൗഡ്സ് ഓഫ് ഹോളി ലൈറ്റ്, അത് നമ്മുടെ ഇവിടേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഡിവൈനിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രം ഗോഡ് ഹൂ ഈസ് അവർ ഹോം വെൻ വി കം ടു ദ എർത്ത് ഫ്രം അവർ ഒറിജിനൽ ഹോം വിത്ത് ഗോഡ്. അതാണ് മുമ്പ് നമ്മൾ ഒറിജിനൽ ഹോം വിത്ത് ഗോഡ് അവിടെയായിരുന്നു. ഇപ്പം നമ്മൾ വരുമ്പോൾ അതിൻ്റെ ചെറിയൊരു ഗ്ലോറി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹെവൻ ലൈസ് അബൌട്ട് അസ് ഇൻ അവർ ഇൻഫൻസി. അതും ഫേമസ് ലൈനാണ്. അതായത് വെൻ വി ആർ ബേബീസ് വി സീ ഹെവൻ ഓൾ അറൗണ്ട് അസ്. ഹെവൻ ലൈസ് അബൌട്ട് അസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനും, അറൗണ്ട് ഇൻ അവർ ഇൻഫൻസി. ആ ഒരു ശൈശവത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റിനും ഹെവനാണ്, നമ്മൾ ഹെവൻലി ആണെന്നാണ് അർത്ഥം. ഷെയ്ഡ്സ് ഓഫ് ദ പ്രിസൺ ഹൗസ് ബിഗിൻ ടു ക്ലോസ് അപ്പോൺ ദ ഗ്രോയിങ് ബോയ്. അതായത് ബട്ട് ആസ് ചിൽഡ്രൻ ഗ്രോ അപ്പ്, ആ ഇൻഫൻസിൽ നിന്ന് നമ്മൾ ചിൽഡ്രനായിട്ട് ഇങ്ങനെ വളർന്നു വരുമ്പോൾ ദ ജയിൽ ലൈക്ക് ഷാഡോസ്, അതാണ് പ്രിസൺ ഹൗസ് എന്ന് പറയുന്നത്. ജയിൽ ലൈക്ക്, ഒരു പ്രിസൺ ലൈക്ക് ഷാഡോസ് ഓഫ് ഹാബിറ്റ് ആൻഡ് ഫെമിലിയാരിറ്റി ബിഗിൻ ടു ഡ്രോ ഇൻ അറൗണ്ട് അസ്. അതായത് ആ ഒരു കളങ്കം വരുന്നു എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഗ്രോയിങ് ബേബി വളർന്നു വരുന്നതോറും. ബട്ട് ഹീ ബിഹോൾസ് ദ ലൈറ്റ് ആൻഡ് വെൻസ് ഇറ്റ് ഫ്ലോസ് ഹീ സീസ് ഇറ്റ് ഇൻ ഹിസ് ജോയ്. അതായത് ഫോർ എ വൈൽ, കുറച്ച് നാളത്തേക്ക്, ദോ ദേ ക്യാൻ സ്റ്റിൽ സീ ദ ലൈറ്റ് ഓഫ് ഹെവൻ, ആ ഒരു ഹെവൻ ലൈറ്റ് അവരിലുണ്ട്. ആൻഡ് വേർ ഇറ്റ് കംസ് ഫ്രം ആൻഡ് ഫീൽ ഇറ്റ്സ് ജോയ്. എവിടെ നിന്നാണോ വന്നത്, വെൻസ് ഇറ്റ് ഫ്ലോസ്, എവിടെ നിന്നാണോ വന്നത്, അത് കുറച്ച് നാളത്തേക്ക് അവർക്കത് കാണാൻ പറ്റും. ദ യൂത്ത് ഹൂ ഡെയിലി ഫാർദർ ഫ്രം ദ ഈസ്റ്റ് മസ്റ്റ് ട്രാവൽ. പിന്നെ അപ്പോൾ ഇങ്ങനെ ആ ഗ്രോയിങ് ഏജാണ്. ഇൻഫൻസി കഴിഞ്ഞു, ചൈൽഡ്ഹുഡ് കഴിഞ്ഞു, ഇനി ഇത് യൂത്ത്. അപ്പോൾ ഈവൻ ആസ് എ യങ് മാൻ ഗ്രോസ് അപ്പ് ആൻഡ് മൂവ്സ് ഫാർദർ ആൻഡ് ഫാർദർ അവേ ഫ്രം ഹിസ് ഒറിജിൻ ഇൻ ഹെവൻ. യൂത്ത് ആകുമ്പോഴും ഹു ഡെയിലി ഫാദർ ഫ്രം ദ, ഓരോ ദിവസവും നമ്മൾ ആ ഇൻഫൻസി, ആ ഒരു ഡിലൈറ്റ്, ഹെവൻലി ലൈറ്റിൽ നിന്ന് നമ്മളിങ്ങനെ ഫാർദർ മൂവ് ചെയ്തു, അതൊന്നും മാറി മാറി വരികയാണ്. ഫാർദർ ഫ്രം ദ ഈസ്റ്റ് മസ്റ്റ് ട്രാവൽ, അവിടുന്ന് മൂവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യണം യൂത്ത് ആവുമ്പോൾ. അതായത് വളർന്നു വരുന്തോറും. സ്റ്റിൽ ഈസ് നേച്ചേഴ്സ് പ്രേസ്ഡ്. അതായത് ഹീ സ്റ്റിൽ എ കൈൻഡ് ഓഫ് ഹോളി മാൻ ഓഫ് നേച്ചേഴ്സ് റിലീജിയൻ. ഇപ്പോഴും നമ്മൾ അങ്ങനൊരു നേച്ചർ എന്നുള്ള ഹോളി ഇതിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ്. ആൻഡ് ബൈ ദ വിഷൻ സ്പ്ലെൻഡഡ് ഈസ് ഓൺ ഹിസ് വേ അറ്റൻഡഡ് ആൻഡ് ഹീ ഈസ് അക്കംപനീഡ് ബൈ ഹിസ് ഹെവൻലി വിഷൻ. ആൻഡ് ബൈ ദ വിഷൻ എന്ന് വെച്ചാൽ ഹെവൻലി വിഷൻ, സ്പ്ലെൻഡിഡ് ഈസ് ഓൺ ഹിസ് വേ അറ്റൻഡഡ്. അത് ഇടയ്ക്ക് അത് വന്നിട്ട് എത്തി നോക്കുന്നുണ്ട്, ഹെവൻലി വിഷൻ. അറ്റ് ലെങ്ത് ദ മാൻ പെർസീവ്സ് ഇറ്റ് ഡൈ എവേ and fade into the light of common day. But at last, when he becomes an adult, growth ആണ് പറയുന്നത് കേട്ടോ, യങ്സ്റ്റർ കഴിഞ്ഞു, ഇനി അഡൾട്ട്. When he becomes an adult, that special lights fade away. Man, at length the man, ഇപ്പം നമ്മൾ മാനായി, അതായത് അഡൾട്ടായി. പെർസീവ്സ് ഇറ്റ്സ് ഡൈ അവേ, അത് ഡൈ ചെയ്യാണ്, ഫേഡ് ചെയ്യാണ്.
and fade into the light of common day, and everything just looks mundane and normal. കോമൺ ഡേ ഒരു നോർമലായിട്ട്, അതായത് സാധാരണ ഒരു മനുഷ്യനായി മാറുന്നു. ഹെവൻലി ലൈറ്റൊക്കെ പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടിട്ട്. ഇനി സ്റ്റാൻസ 6 ആണ്. സ്റ്റാൻസ 6 വെരി ഷോർട്ട്. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അഡൾട്ട് ആകുമ്പോൾ നമ്മൾ ആ സ്പിരിച്വൽ പെർസെപ്ഷൻ, നമ്മുടെ ആ ഹെവൻലി ആ ലൈറ്റൊക്കെ വളരെ മീഗറായിട്ട്, വളരെ കുറച്ച് മാത്രമാണ് റിമെയിൻ ചെയ്യണുള്ളൂ എന്നുള്ളതാണ് പറയണത് കേട്ടോ. സ്റ്റാൻസ 6 എർത്ത് ഫിൽസ് ഹെർ ലാപ്പ് വിത്ത് പ്ലഷേഴ്സ് ഓഫ് ഹെർ ഓൺ. അതായത് എർത്തിനെ പറ്റി, എർത്ത് ഈസ് ഫുൾ ഓഫ് ഇറ്റ്സ് ഓൺ കൈൻഡ് ഓഫ് ഡിലൈറ്റ്. നമ്മൾ ഹെവനിന്ന് ഇവിടേക്ക് വന്നു, അപ്പോൾ ഇവിടെ എർത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്ലഷേഴ്സ് ഓഫ് എർത്തിൻ്റേതായിട്ടുള്ള പ്ലഷേഴ്സ് ഉണ്ട്, ഡിലൈറ്റ്സ് ഉണ്ട്. ഏർണിങ്സ് ഷീ ഹാത്ത് ഇൻ ഹെർ ഓൺ നേച്ചുറൽ കൈൻഡ്. അതായത് എർത്തിന് ഇറ്റ്സ് ഓൺ നേച്ചുറൽ ലോങ്ങിങ്സ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഭംഗിയും ലൈറ്റൊക്കെ ഉണ്ട്. ആൻഡ് ഈവൻ വിത്ത് സംതിങ് ഓഫ് എ മദേഴ്സ് മൈൻഡ് ആൻഡ് നോ അൺവർത്തി എയിം, ദ ഹോംലി നേഴ്സ് ഡോത്ത് ഓൾ ഷീ ക്യാൻ. അതായത് എർത്തിനെ പറ്റിയിട്ടാണ് പറയണത്. ലൈക്ക് എ വെൽ ഇൻറ്റൻഷൻഡ് അഡോപ്റ്റീവ് മദർ. നല്ലൊരു അഡോപ്റ്റീവ് മദർ പോലെ, അതായത് ശരിക്കും ഹെവൻ എന്നല്ലേ നമ്മൾ വരണേ, അപ്പോൾ ഇതൊരു അഡോപ്റ്റീവ് മദർ പോലെ നമ്മൾ കെയർ ചെയ്യണു. ദ കെയറിങ് എർത്ത് ഡസ് ഹെർ ബെസ്റ്റ്. എർത്ത് അതിൻ്റെ ബെസ്റ്റിൽ നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്. അത് എർത്തിനെയാണ് മദറായിട്ട് കമ്പയർ ചെയ്തേക്കുന്നത്. ആൻഡ് ഈവൻ വിത്ത് സംതിങ് ഓഫ് എ മദേഴ്സ് കൈൻഡ് ആൻഡ് നോ അൺവർത്തി എയിം, വേറെ ഒരു അൺവർത്തി എയിമൊന്നുമില്ല. ദ ഹോംലി നേഴ്സ് ഡോത്ത് ഓൾ ഷീ ക്യാൻ. ഒരു ഹോംലി നേഴ്സ് പോലെ, നമ്മുടെ ഒരു അഡോപ്റ്റീവ് മദർ പോലെ എല്ലാം നമ്മളെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോംലി നേഴ്സ് എന്ന് പറയുന്നത് എർത്തിനെയാണ്. ടു മേക്ക് ഹെർ ഫോസ്റ്റർ ചൈൽഡ് ഹെർ ഇൻമേറ്റ് മാനർ. ടു മേക്ക് ഹ്യൂമൻസ്, നമ്മളെ ഒരു ഫോസ്റ്റർ ചൈൽഡായിട്ട്, ഹൂ ആർ അറ്റ് വൺസ് ഹെർ ചിൽഡ്രൻ ആൻഡ് ഹെർ പ്രിസണേഴ്സ്. അത് അവളുടെ തന്നെ മക്കളെ പോലെ, ഇൻമേറ്റ് മാൻ എന്ന് പറഞ്ഞാൽ പ്രിസണേഴ്സ്, ഒരിക്കലും എൻ്റെ പ്രിസണേഴ്സ് ആയ പോലെ, അങ്ങനെയുള്ളവരെ പോലെ കെയർ ചെയ്യുന്നുണ്ട്. Forget the glories he hath known and that imperial palace whence she come. Whence എന്ന് വെച്ചാൽ from where, from which എന്നൊക്കെയാണ്, which place എന്നൊക്കെ. Forget the glories he hath known, അതായത് forget the beauties. നമ്മൾ ഹീ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള മനുഷ്യൻട്ടാ. ഹീ ഹാത്ത് നോൺ, നമ്മൾ വൺസ് നമുക്കറിയാമായിരുന്ന ആ ഗ്ലോറി, അതായത് ഹെവൻലി ഗ്ലോറീസ്. ആൻഡ് ദാറ്റ് ഇമ്പീരിയൽ പാലസ് എന്ന് പറഞ്ഞാൽ ഹെവൻലി ഹോം, ആ മുമ്പുണ്ടായിരുന്ന ഹെവൻലി ഹോം. വെൻസ് ഹീ കെയിം, ഫ്രം വേർ ഹീ കെയിം. ഹീ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വന്നിട്ടുള്ള ആ മുമ്പത്തെ ഹെവൻലി ആ പാലസിൻ്റെ അതിൻ്റെ ഗ്ലോറിയും ഇതൊക്കെ നമ്മൾ മറന്നേക്കാണ്. പക്ഷേ ഫോർഗെറ്റ് ദ ബ്യൂട്ടീസ് ദേ വൺസ് കുഡ് സീ, ഒരിക്കലും നമുക്ക് കാണാൻ കഴിഞ്ഞ ആ ബ്യൂട്ടിയും, ആൻഡ് ദ ഹെവൻ ദേ കെയിം ഫ്രം, ആ ഗ്ലോറിയും അതൊക്കെ ഹെവനിലെ ഗ്ലോറിയൊക്കെ നമ്മൾ മറക്കുകയാണ്. ഫോർഗെറ്റ്, അതായത് അഡൾട്ട് സ്റ്റേജാണ് ഇവിടെ.